കൊല്ലം കൊട്ടാരക്കരയിൽ പോലീസിന് നേരെ മദ്യപ സംഘത്തിന്റെ പരാക്രമം. പൊതുസ്ഥലത്ത് മദ്യപാനം ചോദ്യം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥനെ യുവാക്കൾ ആക്രമിക്കുകയായിരുന്നു. ലോക്കപ്പിനുള്ളിൽ വെച്ചും യുവാവ് അസഭ്യവർഷം തുടർന്നു. ഷമീർ അബ്ദുൾ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന്. ഷമീർ, എപ്പോഴായിരുന്നു ഈ സംഭവം? എന്താണ് ഇത് സംബന്ധിച്ച് പോലീസ് വ്യക്തമാക്കുന്നത്? രുചീഷ്, കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് കൊട്ടാരക്കര പോലീസിനൊരു കോൾ ലഭിക്കുന്നത്. ഇത്തരത്തിൽ കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനടുത്ത് ഓവർബ്രിഡ്ജിന് സമീപം പരസ്യമായി കാറിൽ മദ്യപാനം നടക്കുന്നുവെന്ന്. അങ്ങനെ ഇത് അന്വേഷിക്കാനായി കൺട്രോൾ റൂം വെഹിക്കിളിലുള്ള പോലീസുകാർ അവിടേക്ക് പോകുന്നു. അവിടെ എത്തിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ വാഹനത്തിൽ പരിശോധന നടത്താൻ ശ്രമിക്കുന്നതിനിടെ ഈ മദ്യപിച്ച വെങ്കടേഷ്, ദൃശ്യങ്ങളുള്ള വെങ്കടേഷ് എന്ന യുവാവ് ആ ഉദ്യോഗസ്ഥന്റെ കഴുത്തിന് പിടിച്ച പുറത്തേക്ക് തള്ളുകയും യൂണിഫോം വലിച്ചു കീറുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. ഇതിനുശേഷം അവരെ കീഴ്പ്പെടുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചപ്പോഴും ഇയാളുടെ ആക്രോശം സ്റ്റേഷനുള്ളിൽ ലോക്കപ്പിനുള്ളിലും തുടരുകയായിരുന്നു. പിന്നീട് ഈ മർദ്ദനമേറ്റ പോലീസ് ഉദ്യോഗസ്ഥൻ ചികിത്സ തേടുകയും ചെയ്തു. എന്തായാലും ഈ സംഭവത്തിൽ രണ്ടുപേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഒന്ന് വെങ്കടേഷ്, ദൃശ്യങ്ങളുള്ള വെങ്കടേഷ്, ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന മനീഷ് എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ള ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കൽ തുടങ്ങിയ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. എന്തായാലും ഇരുവരെയും അല്പസമയത്തിനുള്ളിൽ മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കും. വലിയ ഭീകരാന്തരീക്ഷം പോലീസ് സ്റ്റേഷനുള്ളിലും ലോക്കപ്പിനുള്ളിലും ഇവർ സൃഷ്ടിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. അതിലുള്ള ചില ദൃശ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. രുചീഷ്. ശരി ഷമീർ.